4-5 വിസിലൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻജിൻ നല്ല ചൂടായിരിക്കുകയാണ്. നമുക്കിത് കടലപ്പരിപ്പിൻ്റെ പരുവം നോക്കാം. എടുക്കാറായോ? ഓക്കെ, ഉടയ്ക്കാൻ പരുവമായി നമ്മുടെ കടലപ്പരിപ്പ് എന്തായാലും ഉടഞ്ഞു വരുന്നുണ്ട്. നല്ല വെന്ത് സോഫ്റ്റായിട്ടിരിക്കുക. നന്നായിട്ട് ഉടച്ചെടുക്കണം അല്ലേ? ഇത് കുറേ നേരം കുതിർത്തുമല്ലോ വയ്ക്കണോ കടലപ്പരിപ്പ്? അത് വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി, വേവിച്ചാൽ മതിയല്ലോ അല്ലേ? നന്നായിട്ട് വെന്ത് ഉടയ്ക്കണം, ഒട്ടും തരി പാടില്ല അല്ലേ? ഈ സാധനം നമ്മൾ ഉടയ്ക്കാനൊക്കെ എടുക്കുമല്ലോ, തടിയുടെ മട്ടൊക്കെ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്തതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ നല്ല ഉടഞ്ഞ് വരുന്നുണ്ട്. ഇതിലോട്ട് തന്നെ പഞ്ചസാര പാനിയാണ് ഒഴിക്കാം. പാനി ഒഴിക്കാം. ഇടയ്ക്ക് വിടാനേ. ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ടോ കടലപ്പരിപ്പിൽ ഈ പഞ്ചസാര പാനിയും ചേർത്തൊരു പായസം ഉണ്ടാക്കുന്നത്. മറ്റേ എപ്പോഴും ശർക്കരയാണല്ലോ ചേർക്കുക. ഈ പഞ്ചസാര പാനിക്കുന്നത് നന്നായിട്ട് വരണ്ടെടുക്കണം. ഇത് വരട്ടിയെടുക്കണം. അപ്പോൾ ഇത്തിരി ഈ നീരൊക്കെ പോകണം, വറ്റിക്കണം. അപ്പോൾ വറ്റിച്ചെടുക്കാം. സ്റ്റൗവിൻ്റെ സ്പീഡ് കൂട്ടിക്കും. പിന്നെ വീട്ടിൽ ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പായസത്തിന് ഇളക്കാൻ വിളിക്കാം അല്ലേ? എനിക്കിത് കുറച്ചുകൂടെ ഉടച്ചെടുക്കാൻ തോന്നുന്നു അല്ലേ? ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞേക്കാം, പാനീയത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് കുറേ കൂടെ മുറുകും. അപ്പോൾ അതൊന്ന് മുറുകി വരുന്നതിന് മുമ്പേ ഉടച്ചെടുക്കാൻ പറ്റുന്നത് മാക്സിമം ഉടയ്ക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണോ അതോ ഇളക്കണം? അല്ലെങ്കിൽ പരിപ്പല്ല വെന്ത് ഉടഞ്ഞാൽ അത് ചോട്ടി പിടിക്കും. ഇപ്പോഴും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് കുക്കറിൽ ഉണ്ടായിരുന്ന ആ ചൂടും പിന്നെ പാനിയും നമ്മൾ ചൂടാക്കി വെച്ചിരുന്നു. നന്നായിട്ട് കുറുക്കിയെടുക്കാം അല്ലേ? എനിക്കത് നനവ് കുറച്ചൊന്ന് കുറഞ്ഞ് കുറുകി വരണം അല്ലേ? നന്നായിട്ട് അതിലെല്ലാം നല്ല മധുരം പിടിക്കണം. അതാ ഇപ്പം തന്നെ തിളച്ചിങ്ങനെ ചാടുന്നുണ്ടത്, തിളച്ച് മറിയുന്നു. അപ്പം എനിക്കത് ഏറ്റവും നീളം കൂടിയൊരു സ്പൂണും തടിയുടെ സ്പൂണും ആണെങ്കിൽ കയ്യിൽ ചൂടടിക്കാതെ നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല തിളച്ചിങ്ങനെ പൊന്തുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഇനി എന്തുവാ? ഇനി ഇതിലോട്ട് കരിക്കൂടി ഇടാം. കരിക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, 2 ഇളത് കരിക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുക, വെള്ളം ചേർക്കാണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന നമ്മുടെ ഘടകം. ചേർക്കുക. സാധാരണ തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ നമ്മൾ പായസം. ഇത് ആദ്യമായിട്ട് ഞാൻ കരിക്ക് ചേർത്തൊരു പായസം കാണുന്നത്. എന്താ ഈ പ്രത്യേകത? എന്താ, നല്ല ടേസ്റ്റിൻ്റെ ആണോ അതോ സോഫ്റ്റായിട്ട് വരും? അത് നല്ല കുഴകുഴാന്നിരിക്കാൻ വേണ്ടിയിട്ടാണോ? നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കരിക്കിട്ട്. ഇടയ്ക്ക് കരിക്കും കടിച്ചൊക്കെ തിന്നും. ഇത് നന്നായിട്ട് അരയണ്ട, ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ കരിക്കും കൂടെ കിട്ടത്തക്ക അല്ലേ? ഇനി എന്താ അടുത്ത പരിപാടി? ഇളകണോ? പാലൊഴിക്കാം. പാൽ കണ്ടൻസ് മിൽക്ക് അതോ ഈ പശുമ്പാൽ? അപ്പം നമ്മളിത് പാൽ ആദ്യമേ നന്നായിട്ട് കാച്ചി വെച്ചിരുന്നു. ഒഴിക്കട്ടെ? ഇങ്ങോട്ട് ചേർക്കും. മൊത്തം ഒഴിക്കട്ടെ? കുറച്ച് പരുവ് നോക്കിയിട്ടല്ലേ, ആവശ്യമനുസരിച്ച്. കടലയാകുമ്പോൾ ഒരു ഗുണമുണ്ട്, കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകി അല്ലേ? നല്ല കുറുകി കട്ടിയടിച്ച് വരും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്തപ്പോൾ ഇതിപ്പോൾ ഏകദേശം പകുതിയോളം പാൽ ഞാൻ ചേർത്തു. ഇത് എത്ര? 1 ലിറ്റർ 2 ലിറ്റർ? 1 ലിറ്റർ പാലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 ലിറ്ററോളം ചേർത്തു. ഇനി ഇതൊന്ന് കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പാൽ ചേർക്കാം. കുറച്ചുകൂടി ഓക്കെ, കുറച്ചുകൂടി.
ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് കഥകുതാന്ന കഷ്ണം കൂടെ കിട്ടത്തില്ല, ചവച്ച് കുടിക്കത്തൊക്കെ ആണെന്ന് തോന്നുന്നു. കുറച്ചിങ്ങനെ കരിക്കും കുറച്ച് കടലയും എല്ലാം കിടക്കുന്നുണ്ട്. ഇനി ഞാൻ മിൽക്ക് കൂടെ ഒഴിക്കാം. നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. കണ്ടൻസ് മിൽക്ക് ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അത് കൂടി ചേർത്ത് മിൽക്ക് മെയ്ഡ് എന്ന് പറയും, കണ്ടൻസ് മിൽക്ക് എന്ന് പറയും. നന്നായിട്ട് നമുക്ക് ചേർത്തെടുക്കാം. ഇപ്പോൾ സാധാരണ എല്ലാ സാധനങ്ങളും അതിൻ്റെ ബ്രാൻഡ് നെയിം വെച്ചൊക്കെയാണല്ലോ അറിയപ്പെടുന്നത് കൂടുതലും. കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും അല്ലേ. ഇനി ഉപ്പും ഏലക്കൊക്കെ എപ്പോഴാണ് ചേർക്കുന്നത്? പക്ഷേ സാധാരണ ഒരു പായസത്തിനും കാണാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. ഇത് ഈ സ്വാദ് കൂടുതലും കിട്ടാൻ ഒരു നുള്ളൊരു സ്വാദ് എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചാകാനായിട്ട് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വരുമ്പോൾ വെള്ളം ചോദിക്കും. ഈ പായസത്തിനൊരു റോളുണ്ട്. എത്ര നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനെ മാത്രം വിശ്വസിച്ച് വിട്ടിട്ട് പോലും പറയല്ലേ. എപ്പോഴും ഇങ്ങനെ അടി ഇളക്കി ഉള്ളു നന്നായിട്ട് ഇളക്കി വേണം അത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുപോലെ ഇത് കട്ടി പിടിക്കാനും ചാൻസ് ഉണ്ടല്ലേ ഇടയ്ക്ക്. അടിയിലും പിടിക്കാതെയും കട്ടിയും പിടിക്കാതെ കട്ടിയാകാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക.